ഹലോ കൂട്ടുകാരെ, ഇന്ന് ട്വിൻ ഫ്ലെയിംസിന് ഈ ജേണിയിലാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊരാളെ ഒരു പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാം. അതായത് മറ്റൊരു മാരേജിലേക്ക് പോകാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാം. ഇത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ലേറ്റ് 20s 30s അവേക്കനിങ്ങിലേക്ക് വന്ന ഫെമിനൈൻ എനർജീസിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതല്ലാതെ ഡിവോഴ്സീസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർ ലേറ്റ് 30s അല്ലെങ്കിൽ 40s വന്നവർ ഒക്കെയും കഴിഞ്ഞ 1.5 മാസമായിട്ട് പല പ്രാവശ്യമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഒരു ആൻസറായിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തൊട്ടിങ്ങോട്ട്. എന്നാൽ ഇന്ന് പിന്നെയും രാവിലെ സെയിം ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടായിട്ട് മെസ്സേജായിട്ട് വന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ മറ്റു റിലേഷൻഷിപ്സിൽ നിന്നും ട്വിൻ ഫ്ലെയിം കണക്ഷൻ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിൻ്റെ ഒരേ ബ്ലൂ പ്രിൻ്റ് 2 ബോഡീസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ടോട്ടലായിട്ടൊരു എനർജറ്റിക് കണക്ഷനാണ്. എനർജറ്റിക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ആദ്യം അവേക്കൻ ആവുന്ന ട്വിൻ ഫിസിക്കൽ ലെവലിലുള്ള എനർജീനെ, സ്പിരിച്വൽ ലെവലിലുള്ള എനർജീനെ, ഇമോഷണൽ ലെവലിലുള്ള എനർജീനെ, ആസ്ട്രൽ ലെവലിലുള്ള എനർജീനെ, ഇത്രയും 4 കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എനർജറ്റിക് ബാലൻസ് നടക്കുന്നത് ഫെമിനൈൻ എനർജിയിൽ. അത് കഴിഞ്ഞിട്ട് മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് നടക്കുകയും അവരും ഈ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് 2 പേരുടെ 2 ബോഡീസിലുള്ള ഒരാത്മാവിൻ്റെ എനർജറ്റിക് ബാലൻസ് ശരിയായ രീതിയിൽ നടക്കുന്നത്. അതായത് ഒരേ ലെവലിൽ വരികയും അവിടെ ഒരു യൂണിയൻ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നതും ഇതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ്. കുറേ വർഷങ്ങളെടുക്കും ഇത്രയും ബാലൻസിങ്ങിലേക്ക് വരാനായിട്ട്. അടുത്തതായിട്ട് എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും ട്വിൻ ഫ്ലെയിംസിൻ്റെ 3D യൂണിയൻ നടക്കുമോ എന്നുള്ളത്. കാരണം അൺഅവേക്കൻഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് കല്യാണം കഴിച്ചാൽ പോലും സെപ്പറേഷൻ തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കണക്ഷനിൽ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് സംഭവമാണോ? അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ട്. അതിനുള്ള ആൻസർ എല്ലാവരും പറയുന്നത് എല്ലാ സോൾസിനും അങ്ങനെയൊരു ഭാഗ്യമില്ല എന്നാണ്. എന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ അതൊരു ചോയ്സാണ്. കാരണം ട്വിൻ ഫ്ലെയിംസ് വളരെ റെയറാണ്. കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പർപ്പസ് ഉള്ളവരാണ്, അല്ലേ? യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ സൂപ്പർ പവർ ഒരു സോളിന് ഒരു നിയമവും ഇനിയൊരു സോളിന് ഇനിയൊരു നിയമവും കൊടുക്കാറില്ല. സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചാണ് എങ്കിൽ പോലും നമ്മൾ എല്ലാ കർമ്മങ്ങളെയും നമ്മളിവിടെ ക്ലെൻസ് ചെയ്താണ് ലാസ്റ്റ് ജന്മമാണെങ്കിൽ നമ്മൾ യൂണിയനിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കാനുള്ള ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജിയുടെ ചോയ്സാണ് ശരിക്കും. ഈ ജേണിയിലാണെന്ന് അറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങനെ ഓടിപ്പോവുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഇൻറ്റേർണലി അവരുടെ ഉള്ളിൽ എന്താണ് അവരുടെ ചോയ്സ്, അവരുടെ സത്യത്തെ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഇല്ലയോ, അതാണ് ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു 3D ലൈഫിൽ വളരെയധികം പാറ്റേൺസിന് നമ്മൾ ഫോളോ ആവുന്നവരാണെങ്കിൽ ആ ഒരു ഫിയർ ബേസ്ഡ് എനർജിയിലായിരിക്കും നമ്മൾ ഉള്ള ആ ഒരു കറൻറ്റ് ലൈഫിനെ മാറ്റാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഇൻറ്റേർണലി നമ്മൾ അതിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡിൽ ദൈവമായിട്ട് നമ്മൾക്ക് ഒരുക്കിത്തരും, യൂണിവേഴ്സായിട്ട് ഒരുക്കിത്തരും. അതായത് ചോയ്സാണ് ഇവിടെ മാറ്റർ ആവുന്നത്. അപ്പോൾ എല്ലാവരും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമിച്ച് തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ എക്സ്റ്റേണൽ ലൈഫിൽ റിഫ്ലക്റ്റ് ആവുന്നത്. മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഒരു ലൈഫ് പാർട്ട്ണറെ ആവശ്യമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ആദ്യത്തെ പോയിൻ്റ്,
എന്തുകൊണ്ടാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ മേ ബി നമ്മളുടെ കൗണ്ടർ പാർട്ട് ഇനിയൊരു മാരേജിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇനിയൊരു പാർട്ട്ണറിൻ്റെ കൂടെ ഹാപ്പിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ സിംഗിളും ആയിരിക്കാം. അതുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഈഗോ ബേസ്ഡ് എനർജിയിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. അതല്ല അവരുടെ കല്യാണം നിശ്ചയിച്ചു, കല്യാണം കഴിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി എന്തെങ്കിലും ഒരു റീസണിങ് ആയിക്കോട്ടെ. ഇവിടെ അവർ കല്യാണം കഴിച്ചു, അവരുടെ ഒരു കറൻറ്റ് ലൈഫ് സ്റ്റൈലിൽ കറൻറ്റ് പാർട്ട്ണറുമായിട്ട് അവർ ബിസിയാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സത്യത്തെ വിട്ടിട്ട് അതായത് നമ്മുടെ ആത്മാവ് മറ്റൊരു ബോഡിയിൽ അൺഅവേക്കൻഡ് ആയിട്ടുള്ള ആൾ ചൂസ് ചെയ്ത മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അതായത് നമ്മളിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെ ടോട്ടലി ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ശരിക്കും ഒരു ഫൂളിഷ്നെസ് ആണത്. കാരണം ഇങ്ങനെയൊരു എനർജിയിൽ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പിന്നെ ഒരു കാർമിക് പാർട്ട്ണർ മാത്രമേ നമ്മൾക്ക് വരത്തുള്ളൂ, നമ്മളുടെ എനർജി അത്രയും ലോയിലായതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ പോയിൻ്റ്, ഡിവോഴ്സി ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഡെത്ത്, ഈ ഒരു അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഡെത്ത് സംഭവിച്ച് ഒറ്റപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു ലേറ്റ് 30s 40s ആരംഭത്തിലൊക്കെ ഉള്ളവരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണറിനെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഓൾറെഡി ഞങ്ങളുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് 3D ലെവലിൽ ഇനിയൊരാളുമായിട്ട് ഓൾറെഡി സെറ്റിൽഡ് ആണ്, അവിടെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മളുടെ ലോൺലിനെസ് ആണ്. ഈ ജേർണിയിലെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോൺലിനെസ് ആണ്. ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ നമുക്ക് ഈ ലോൺലിനെസ് കാണാം. നമ്മളുടെ ചുറ്റും എത്ര വലിയ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര കെയറിങ് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എല്ലായ്പ്പോഴും എന്തോ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ വെളിയിൽ പരതിക്കൊണ്ടിരിക്കുക. അത് നമ്മളുടെ ആ ഒരു മിസ്സിങ് പാർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ലോൺലിനെസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. ഈ ലോൺലിനെസ്സിനെ നമ്മൾ സോളിറ്റ്യൂഡിലേക്കാണ് മാറ്റേണ്ടത്. അതായത് ഇതൊരു സ്പിരിച്വൽ ജേർണി ആയതുകൊണ്ട് തന്നെ നമ്മൾ അലൈൻ ആവേണ്ടത് നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടല്ല, ഡിവൈനുമായിട്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ നമ്മളുടെ ഒരു പേരൻ്റായിട്ട് കാണാം, അച്ഛനായിട്ട് കാണാം, അമ്മയായിട്ട് കാണാം, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാം. എന്തും നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ആ ലോൺലിനെസ് എന്ന് പറയുന്നത് പോയിട്ട് നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കില്ല. കാരണം നമ്മൾ അത്രയും ഡിവൈൻലി സപ്പോർട്ടഡ് ആണ് ഈ ജേർണിയിൽ. അപ്പോൾ ലോൺലിനെസ്സും ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡും ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും നമ്മളവിടെ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു കാർമിക് കണക്ഷനെ തന്നെയാണ്. അടുത്തതായിട്ട് പലരും പറയുന്ന ഒരു റീസൺ, വീട്ടിൽ പ്രഷറുണ്ട് കല്യാണം കഴിക്കാനായിട്ട്. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഹാപ്പി ലൈഫിലാണ്, അവരൊക്കെ കല്യാണം കഴിച്ചു, കസിൻസൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട്, അവരത്രയും പെയറായിട്ടൊക്കെ. അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്ക് ഒരു പാർട്ട്ണറെ നോക്കണം എന്ന്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ജേർണി എന്താണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ സെൽഫ് ഫുൾഫിൽഡ് ആയിട്ട് സെൽഫ് ലവ്, അതായത് നമ്മളുടെ അടുത്തുള്ള സെൽഫ് ലവ് എന്ന് പറയുന്നത് ഹാഫ് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷനിലേക്ക് പോകും. അതായത് 3D മാട്രിക്സിൽ ഒരു കല്യാണം നടക്കുമ്പോൾ, ഇപ്പോൾ ഡിവോഴ്സിലൊക്കെ ഗോ ത്രൂ ആയവരറിയാം, വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും അത്. അതായത് അവർ നമ്മൾക്ക് എന്തൊക്കെയോ തരണം, നമ്മൾ അവർക്ക് എന്തൊക്കെയോ കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം. അതേസമയം ട്വിൻ ഫ്ലെയിം ജേർണിയിലെന്ന് പറയുന്നത് നമ്മൾ സെൽഫ് കണ്ടൻറ്റഡ് ആയിരിക്കും, നമ്മൾ സെൽഫ് ഫുൾഫിൽഡ് ആയിരിക്കും. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് ടോട്ടലായിട്ട് കൊടുക്കാനുള്ള എല്ലാ കഴിവുകളും നമുക്ക്. അങ്ങനെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതല്ല ഫൈനാൻഷ്യൽ അബൻഡൻസ് ആയിക്കോട്ടെ, കരിയറിൽ സക്സസ് ആയിക്കോട്ടെ, ഒക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളൊരു സെൽഫ് ഫുൾഫിൽഡ് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഒരു ഹൈ വൈബ്രേഷണൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ്.
അടുത്തതായിട്ട് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം എന്നോട് പറയാതെ എൻ്റെ കൗണ്ടർ പാർട്ട് ഇട്ടിട്ട് പോയി. തേർഡ് പാർട്ടിയിൽ ബിസിയാണ്. കാർമിക് ഉണ്ട് അവരുടെ ലൈഫിൽ. അങ്ങനെ പോയവരുടെ വേണ്ടി ഞാൻ എന്തിനു വെയിറ്റ് ചെയ്യണം? ഇതൊക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ തരുന്ന ഡ്രാമാസ്, അവർ തരുന്ന ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ബ്ലോക്സ് ആണ്. ഇതൊക്കെയും ഹീൽ ചെയ്യൂ എന്ന് അവരുടെ പാർട്ട്, ഡിവൈൻ അവർക്ക് കൊടുത്ത ജോലി പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് നമ്മൾക്ക് ട്രിഗേഴ്സ് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കമ്മിങ് ടു ദ കാർമിക് കണക്ഷൻ, അവരുടെ ലൈഫിലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഇല്യൂഷനാണ്. കാരണം ട്വിൻ ഫ്ലെയിംസിന് ഒരിക്കലും ഒരു സെപ്പറേറ്റ് പാർട്ടല്ല, അവർ ഒന്നാണ്. കാരണം ആ ഒരു എനർജീസ് എങ്ങനെയാണ്, ബാഹ്യപ്രപഞ്ചത്തിൽ എന്തുമായിക്കോട്ടെ, അവരെന്തും കാണിച്ച് തന്നോട്ടെ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ എന്തും പറഞ്ഞോട്ടെ, അതൊരു ബിഗസ്റ്റ് ഇല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ഫെമിനൈൻ എനർജീസ് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഒരു കാര്യമാണ് അവരുടെ ലൈഫിലുള്ള ആ ഒരു കാർമിക് കണക്ഷൻ. നമ്മൾ എന്നാണോ അവിടെ എനർജി കൊടുക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ പാർട്ട് എന്നാണോ അവരിൽ നിന്നും പഠിക്കേണ്ട ലൈഫ് ലെസൺസ് പഠിക്കുന്നത്, അന്ന് ആ കണക്ഷൻ ഡിവൈനായിട്ട് അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അത് മനസ്സിലാക്കുക. ഈ ഒരു ലൈഫ് ടൈമിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ തീർക്കാൻ, അതായത് ഈ ഒരു സോളിൻ്റെ കർമ്മങ്ങൾ തീർക്കാൻ 2 ബോഡികളിലുള്ളവർ ഇങ്ങനെയൊക്കെ ഈ ഒരു ടൈം പീരീഡിൽ ഈ ലെസൺസ് ഒക്കെ പഠിച്ച് ഈ കർമ്മങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമെന്ന് ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഡിസൈഡ് ചെയ്തിട്ട് വന്നവരാണ്. ഓൺലി തിങ് നമ്മുടെ സോളിനറിയാം എന്താണ് സത്യമെന്നുള്ളത്. നമ്മളുടെ മൈൻഡ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും നമ്മൾ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡിസയറിൻ്റെ എനർജിയിൽ നമ്മൾക്ക് ഒരു കെയർ വേണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു പാർട്ട്ണർ, ഒരു ലൈഫ് പാർട്ട്ണർ വേണം ടു ലുക്ക് ആഫ്റ്റർ, നമ്മളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ച് ട്വിൻ ഫ്ലെയിംസ് ഒരു മാരേജിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ലോ എനർജീസാണ്. ഡിസയറിൻ്റെ എനർജി, നീഡിനെസ്സിൻ്റെ എനർജി, എക്സ്പെക്റ്റേഷൻ്റെ എനർജി, അറ്റാച്ച്മെൻറ്റിൻ്റെ എനർജി ഒക്കെയാണ്. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു കാർമിക് പാർട്ട്ണറിനെ മാത്രമായിരിക്കും. എന്നാൽ നമ്മൾ ടോട്ടലി ഹീലായി, അതായത് നമ്മളുടെ ഇന്നർ DM ആൻഡ് DF ബാലൻസ് ആവുന്നോടം വരെ നമ്മൾ ഹീലാവുകയാണെങ്കിൽ അതൊരു പ്രോസസ്സാണ്. കുറേ വർഷങ്ങൾ എടുക്കും നമുക്ക് അവിടെ വരെ എത്താനായിട്ട്. അവിടെ വരെ ഹീലായിട്ട് നമ്മളൊരു പക്ഷേ നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ വേണ്ട, ഇനിയൊരു ആളിനെ നമ്മൾ ലൈഫ് പാർട്ട്ണർ ആക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു സോൾമേറ്റിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വൈബ്രേഷനിലായിരിക്കും നമ്മൾ. അപ്പോൾ ഈ ഒരു ജേർണി നമുക്ക് തന്നിരിക്കുന്നത് ഒരു 3D മാട്രിക്സിൽ ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കാനല്ല, ബിയോണ്ട് ദാറ്റ് ഒരു വലിയ പർപ്പസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പർപ്പസിനെ കംപ്ലീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ഹീലായേ പറ്റുള്ളൂ. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് വേണോ വേണ്ടയോ എന്നുള്ളത് ഫെമിനൈൻ എനർജിയുടെ ചോയ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് മസ്കുലൈൻ എനർജിക്ക് ആ ചോയ്സ് ഇല്ല. ഫെമിനൈൻ എനർജി എന്താണോ ചൂസ് ചെയ്യുന്നത് അതായിരിക്കും മസ്കുലൈൻ എനർജി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മാരേജിലേക്ക് പോകണോ വേണ്ടയോ ആ ഒരു പ്രഷറിലൊക്കെ വന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇത് നമ്മുടെ സോളിൻ്റെ ആവശ്യമാണോ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൻ്റെ ആവശ്യമാണോ? കാരണം സോൾ എപ്പോഴും നമ്മളുടെ ട്വിന്നിനെ മാത്രമായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതേസമയം മൈൻഡ് ആണെങ്കിൽ നമ്മൾക്ക് ഫിസിക്കൽ വേൾഡിൽ കാണുന്ന പല കാര്യങ്ങളെയും മായകളെയും ഇതാണ് സത്യമെന്ന് വിശ്വസിപ്പിച്ച് അതിലേക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.